നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിനായക ചതുർത്ഥി ദിവസം എന്തൊക്കെ ആചാര അനുഷ്ഠാനങ്ങൾ വിഘ്നേശ്വരന് അർപ്പിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഹിന്ദുക്കളുടെ ആരാധനമൂർത്തിയായ ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം ഗണപതി പൂജ, ഗണപതി ഹോമം തുടങ്ങിയവ നടത്തുന്നത് അതീവ ഫലപ്രദമാണ്. ഈ ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ നടത്തിയ ശേഷം ഗണപതി ഹോമം നടത്തുക. പകൽ നിരാഹാരമനുഷ്ഠിച്ച് ഗണേശകീർത്തനങ്ങൾ ജപിക്കേണ്ടതാണ്. പഞ്ചമി ദിവസം സ്നാനാദി കർമ്മങ്ങൾക്കു ശേഷം ചന്ദ്രനെ ദർശിക്കുകയും ഗണപതി ഭഗവാന് ഉണ്ണിയപ്പം നിവേദിക്കുകയും ചെയ്യാം. ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കുവാൻ പാടില്ല എന്നാണ് വിശ്വാസം. അന്ന് ചന്ദ്രനെ കണ്ടാൽ അപമാനം, ദുഷ്കീർത്തി എന്നിവ ഉണ്ടാകുന്നു. മുൻകാലങ്ങളിൽ ഈ ദിവസം സന്ധ്യയായാൽ ആളുകൾ വീടിന് പുറത്തിറങ്ങില്ലായിരുന്നു. സർവവിഘ്ന നിവാരണവും ഐശ്വര്യവും പ്രാധാന്യം ചെയ്യുന്ന വ്രതമാണ് വിനായക ചതുർത്ഥി വ്രതം. കേതുദശയുടെ ദുരിതങ്ങൾ അകറ്റുന്നതിന് ചതുർത്ഥി നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാകുന്നു. ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. ഗണപതി പൂജയ്ക്കായി താമരയും കറുകപ്പുല്ലും സവിശേഷ വിധികളോടെ ഉപയോഗിക്കുന്ന ഈ ദിവസത്തിൽ മോദകം, മധുരപലഹാരം പ്രത്യേക പൂജകളോടെ തയ്യാറാക്കി ഗണപതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങളാണ് സാധാരണ പൂജയ്ക്കിരുത്തുക. മറ്റ് പ്രകൃതി സൗഹൃദ വസ്തുക്കളും ഇത്തരം വിഗ്രഹ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുണ്ട്. രാവിലെ പൂജയ്ക്ക് ശേഷം അതേ ദിവസം തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ 3-ാം ദിവസം, 5-ാം ദിവസം, 7-ാം ദിവസം, 9-ാം ദിവസം എന്നിങ്ങനെ ഈ വിഗ്രഹങ്ങൾ ജലത്തിൽ നിമജ്ജനം ചെയ്യപ്പെടുന്നു. പാട്ടും ആഘോഷങ്ങളുമൊക്കെയായി വലിയ ചടങ്ങുകളോടെയാണ് നിമജ്ജനം നടത്തപ്പെടുന്നത്. ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു.